പരിശുദ്ധ റമദാനിലെ ആദ്യ ദിനങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിവു ദിനം എന്ന് പറയുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് കടന്നുപോയത്. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ട വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ മറുപടി നിങ്ങളിൽ നിന്ന് ലഭിച്ചേക്കാം. ചില ആളുകൾക്ക് അവനവൻ്റെ വാഹനാക്കാരം, അക്കൗണ്ടാക്കാരം, വീടാക്കാരം, പറമ്പായിരിക്കാം, പലതും ഉണ്ടാവാം. നമ്മുടേതെന്ന് നമ്മൾ വിചാരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ മാത്രമാണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് എന്നാണ് നമ്മൾ പറയാം. നമ്മുടെ കാർ നമ്മുടേതാണ്, നമ്മുടെ വീട് നമ്മുടേതെന്നാണ് നമ്മൾ പറയാം. പക്ഷെ ഇതൊന്നും നമ്മുടേതല്ല. പിന്നെ വേറെ എന്താണ് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും, നമ്മുടേതല്ല എന്ന് പറയാൻ കാരണം നമ്മൾ എന്ന് മരണപ്പെടുന്നുവോ ആ മരണത്തോടു കൂടി അത് മറ്റൊരാളുടേതാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കോടികൾ ഉണ്ടായാലും നിങ്ങൾ മരിച്ചാൽ അത് നിങ്ങളുടേതല്ല. നിങ്ങളുടെ വീടുകൾക്ക് കോടികൾ വിലമതിച്ചാലും വാഹനത്തിന് കോടികൾ വിലമതിച്ചാലും നിങ്ങളെ എത്ര സ്ഥലത്തിന്റെ ഭൂവുടമയായി മാറിയാലും നിങ്ങൾ മരിച്ചാൽ അത് നിങ്ങളുടേതല്ല, മറ്റൊരാളുടേതായി മാറും. എന്നാൽ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും നമ്മുടേത് മാത്രം എന്ന് പറയാവുന്ന ഒരൊറ്റ കാര്യമാണ്. എന്തായിരിക്കും? ബാക്കിയൊക്കെ മരണത്തോടുകൂടി നമ്മുടേതല്ല, നമ്മളെ അനന്തരം എടുക്കണവരുതാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയായി മാറും. പക്ഷെ മരിച്ചാലും മരണത്തിന് മുമ്പും നമ്മുടേത് മാത്രമാണ്. അങ്ങനെ ലോകത്തൊരു കാര്യമുള്ളൂ. എന്തായിരിക്കും? ആലോചിക്കണല്ലേ? എന്തായിരിക്കും? അമലും സാലിഹാത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെയ്താലുള്ള കിട്ടുക. ഇത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളത് ഐസിന്റെ കട്ട നമ്മള് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് എന്ത് ചെയ്യും? ഒരുങ്ങിപ്പോകും അല്ലേ? ഇതേപോലെ നമ്മുടെ സാധനം മരിക്കണിന്റെ മുമ്പ് നമ്മുടേതാണ്, മരണശേഷം നമ്മുടേതാണ്. സന്താനങ്ങൾ എന്നത് അല്ലേ മരണശേഷം നമ്മുടേതാണെന്ന് പറയാം. ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞല്ലോ, നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാധനമുണ്ട്. പക്ഷെ ഗൗരവം നമ്മളെടുത്തില്ല. നമ്മുടെ കാറ് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ തൊട്ടാൽ നമ്മൾ ചോദിക്കൂലേ? ആരാ ചാവിൽ ചോദിക്കൂലേ? നമ്മുടെ ബാങ്കിലെ ബാലൻസ് നമ്മളറിയാതെ മരിച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യൂലോ? നമ്മുടെ വീട് നമ്മളറിയാതെ ഒരാൾ പൊളിച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യൂലേ? പക്ഷെ നമ്മുടേതെന്ന് അതൊക്കെ മരണം വരെ ഉള്ളൂ. മരണത്തിന് ശേഷവും നമ്മുടേതെന്ന് അവന് പറയാൻ പറ്റില്ല. നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒറ്റ സാധനം ലോകത്തുള്ളൂ. മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ള ആശ്ചര്യത്തോടുകൂടി തന്റെ മുഖത്തേക്ക് നോക്കുന്ന അനുയായികൾ വിളിച്ചിട്ട് പറയണ്ടേ, യാ യുഹന്നാസ്, ജനങ്ങളെ, യാ യുഹന്മാരെ മനുഷ്യ എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, നിന്റെ ഉംറ്, നിന്റെ സമയം അത് നിന്റേത് മാത്രമാണ്, വേറെ ആർക്കുമല്ല. നിന്റെ സമയം, നിന്റെ പ്രായം എന്ന് പറയുന്നത് നീ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്, മിനിറ്റുകൾ മാത്രമാണ്. നീ അതിലെ സെക്കൻഡുകളും മിനിറ്റുകളും നഷ്ടപ്പെടുത്തിയാൽ നീ നിന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്, നിന്നെയാണ് നശിപ്പിക്കുന്നത്. ജീവിതം എന്താണെന്ന് നമ്മളോട് ഒരാളെ ചോദിച്ചാൽ അവരുടെ അറിയാം, എന്താണ് ലൈഫിനെ പറ്റി നിന്റെ വിശദീകരണം എന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതം എന്താന്ന് ചോദിച്ചാൽ ജംഷീറിനോട് എന്താ
മുജീബായി ജീവിതം എന്താന്ന് ചോദിച്ചതിനോട് ചോദ്യമാണല്ലോ, ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. ജീവിതം തന്നെ സമയം. മനുഷ്യ ഹൃദയം അവനോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നൽ ഹയാത്ത, തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് സെക്കൻഡുകളും മിനിറ്റുകളും കൂടിച്ചേർന്നതാണ്. സെക്കൻഡും മിനിറ്റും കൂടിച്ചേർന്നതാണ് ജീവിതം. അത് ദിവസവും മണിക്കൂറാവും, ദിവസവും ആഴ്ചയാവും, മാസവും, വർഷവും. അതാണ് നമ്മൾ പ്രായം എന്ന് പറയുന്നത്. ഈ സെക്കൻഡിലും മിനിറ്റുകൾക്കും നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു ഉമ്മത്തിനും നാളെ ഒരു മനുഷ്യനും ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾക്കും കാല് മുന്നോട്ട് വെക്കാൻ അനുവദനീയമല്ല. അവന്റെ ദിവസത്തെ, അവന്റെ പ്രായത്തെ സംബന്ധിച്ച് അന്ന് ചോദ്യം ചെയ്യും. എന്നിട്ട് അത് എന്തിനാണ് ചെലവഴിച്ചതെന്ന്, എങ്ങനെയാണ് സമയം ചെലവഴിച്ചതെന്ന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ മാത്രമാകട്ടെ, വേറെ ആരുമില്ല. എന്റെ സെക്കൻഡ് എങ്ങനെ പോയെന്ന് ഞാൻ പറയണം. ഒഴുകുന്ന നദി ഒരിക്കലും തിരികെ വരില്ല. ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഘടികാരത്തിൽ നിന്ന് സെക്കൻഡും മിനിറ്റുകളും മണിക്കൂറുകളും ഒന്ന് മുന്നോട്ട് പോകുമ്പോ ഈ സെക്കൻഡും മിനിറ്റും നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടു. സൂര്യാസ്തമയം കാണുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് താങ്കൾ യാ അബ്ദുല്ലാഹ് താങ്കൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ദിവസം പോയി, എന്റെ ഒരു ദിവസം കഴിഞ്ഞു. ഞാൻ എന്ത് മറുപടി പഠിച്ചവരോട് പറയും? റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ വന്ന് ശവ്വാൽ വന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അദ്ദേഹത്തെ കാണാനില്ല. സഹാബത്ത് ഇങ്ങനെ തപ്പി നോക്കിയപ്പോ ബൈത്തുൽ മാലിന്റെ അവിടെ ആരും പോകാത്ത ഒരു പ്രദേശത്തിരുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാണ്. എന്തേ താങ്കൾ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞെന്തറിയോ, എന്റെ ഒരു മാസത്തെ നോമ്പും ദാനധർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞു വയ്ക്കണം. പഠിച്ചോന്റെ എന്ത് മറുപടി അറിയുന്ന ആലോചിക്കണം. ഞമ്മളോ 4 നോമ്പ് കഴിഞ്ഞ് പഠിച്ചോനെ വേറെ ഒരു 26 കൂടി കഴിഞ്ഞെങ്കിൽ അല്ലേ? സമയത്തെ പറ്റി മനുഷ്യൻ ചിന്തിക്കൂലത്രേ. യഥാർത്ഥത്തിൽ സമയത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഏറ്റവും അമൂല്യമായ വിലയേറിയ അള്ളാഹ് നമുക്ക് നൽകിയ സെക്കൻഡും മിനിറ്റുകളുണ്ടോ അതിനെപ്പറ്റി അതങ്ങനെ നേരം വെളുക്കണ വൈകുന്നേരമാണ് എന്തൊക്കെ ഇങ്ങനെ ചെയ്തുകൊള്ളു. മനുഷ്യൻ അതിനെ പറ്റി എപ്പോഴത്ര ചിന്തിക്കറിയോ? ഒന്നും മരിക്കാൻ നേരത്ത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂൻ, പഠിച്ചോനെ, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്ന സമയത്ത് അവൻ അല്ലാഹുവോട് പറയാൻ, അല്ലാഹ് നീ എന്നൊന്ന് മടക്കി തരുമോ? ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഞാൻ നല്ലവനായിക്കൊള്ളാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വർത്താനം മാത്രം. ഓനാ വർത്താനം പറയാന്നുള്ളൂ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പുനരുദ്ധാന നാൾ വരെ ബർസഖിയായ ഒരു അവസ്ഥ അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇതാ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറയുന്ന 99-100 ആയത്തുകളിലൂടെ മരണം വരെ മരിക്കാൻ നേരത്ത് മനുഷ്യൻ ഒരു സെക്കൻഡ് എന്ന് പറയും. സെക്കൻഡിന്റെ വില അറിയാനേ ഈ പട്ടാളക്കാരൻ തെരഞ്ഞെടുക്കുന്ന ഓട്ടമുണ്ട്. പട്ടാളക്കാരൻ അപ്പൊ 12 മിനിറ്റ് കൊണ്ട് 4 കിലോമീറ്റർ ഓടി എത്തണം. 12 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഓടി 12 മിനിറ്റ് ആകുമ്പോൾ ഓരോട് അടിയുന്നത് 11:59 വരെ എത്തിയവരെ രക്ഷപ്പെടും. 12 ആയാൽ പിന്നെ തീര അങ്ങോട്ട് കയറി പോകാൻ കഴിയൂല എന്നാണ്. ആ സെക്കൻഡുകൾക്കുള്ളിൽ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ പരാജയപ്പെട്ട് പിറകോട്ട് പോകുമ്പോൾ സെക്കൻഡിന്റെ കാര്യമുള്ളൂ. നമ്മുടെ സമയത്തിന്റെ വരെ നമ്മൾ എപ്പോഴും മരിക്കുമ്പോ. രണ്ടാമത്തെ ഒരു സമയം തന്നെ വിചാരണ നേരിടുമ്പോഴാണ് അപ്പൊ കാര്യമുണ്ടാവും. അപ്പൊ ഇതന്നെയല്ലോ, ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. 32-ാമത്തെ സൂറത്തുൽ സജ്ദയിലൂടെ പറയാൻ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. അക്രമകാരികളായ ആളുകൾ തങ്ങളുടെ തല റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ താഴ്ത്തി കുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നരകശിക്ഷയെ കണ്ടുമുട്ടുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് അല്പസമയം ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, നിന്നെ കണ്ടുമുട്ടിക്കൊള്ളാം, ഞങ്ങൾ സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം, ഞങ്ങള് യഖീനുള്ളവരായി മാറാമെന്ന് പറയുമ്പോ അപ്പോഴും കാര്യമില്ല, പഠിച്ചു എന്ത് ചെയ്യൂല, സമയം തിരിച്ചറിയില്ല. ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് മരിക്കാൻ നേരത്തും മറ്റൊന്ന് വിചാരണ നേരത്തും ഈ രണ്ട് നേരത്തും പ്രയോജനം ചെയ്യില്ല. ചിന്തിക്കേണ്ടത് അപ്പോഴാ ഇപ്പൊ റമദാന്റെ 4 ദിവസം കഴിഞ്ഞില്ലേ അല്ലേ, 4 കഴിഞ്ഞല്ലോ. ഈ 4 നമ്മള് സാധാരണഗതിയിലുള്ള രാവിലെ അത്താഴം കഴിച്ച് പകല് ഭക്ഷണം ഒഴിവാക്കി വൈകുന്നേരം നോമ്പ് വന്ന് ഇടക്ക് ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊന്ന് പങ്കാളിയായി ഖുർആൻ പാരായണം നടത്തി. ഇപ്പൊ നമ്മൾ നോർമലി ഒരു മനുഷ്യൻ ചിലപ്പോൾ സ്വതക്കേദാന ധർമ്മങ്ങൾ എന്താ ചെയ്തത്. ഇതിനപ്പുറം എനിക്കിത് പഠിച്ചോന്റെ അടുത്ത് ഞാൻ അതിന് സമയം പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടോ എന്തൊരു വിചാരണ സ്വന്തത്തെ പറ്റി നടത്തി നോക്കി. അവനവനെ പറ്റി അവനാണല്ലോ അറിയാം. വാട്സപ്പിൽ ഇരുന്ന സമയമാണോ കൂടുതൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിച്ച സമയമാണോ കൂടുതൽ, അതോ ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ച സമയമാണോ കൂടുതൽ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവുമല്ലോ, ഏത് വല്യപ്പാന്റെ കയ്യിലും ഉണ്ടാവില്ല, കുട്ടികളുടെ കയ്യിൽ പ്രത്യേകിച്ചും ഉണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ച സമയമാണോ കൂടുതൽ, അല്ല ഈ 4 ദിവസത്തിൽ ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ച സമയമാണോ കൂടുതൽ? നോക്കിയോ, അല്ലാഹ് അനുഗ്രഹിച്ചു തന്ന ഈ സുന്ദരമായ നിമിഷങ്ങളിൽ പോലും അതല്ലാത്തതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആന്റെ 39-ാമത്തെ സൂറത്തുൽ സുമർ 56-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അവിടെ ഓരോ ആത്മാവും വേദനയോടുകൂടി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. യാ ഹസ്രത, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എനിക്ക് ചെലവഴിക്കാനായി അല്ലാഹ് നൽകിയിട്ടുള്ള അവസരങ്ങൾ അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, പടച്ച റബ്ബിന് കൊടുക്കേണ്ട എത്രയാണ് ഞാൻ നഷ്ടപ്പെട്ടു.